ആരാടാ അത്? അറിയില്ല സർ. ഇടിച്ചു വീഴ്ത്തി പോടാ. അവന്റെ അമ്മയുടെ ഒടുക്കത്തെ ഒരു സർക്കസ്. ഒന്ന് കത്തിച്ചു വിടടാ. ഇങ്ങനെ പോയാൽ തോട്ടത്തിലെത്തുമ്പോ സന്ധ്യയാവും. എന്താടാ? ടയർ പോയി സാർ. DSP കോശി വർഗീസ് സാറല്ലേ? യെസ്. വിരോധമില്ലെങ്കിൽ എന്റെ പുറകെ കയറാം, ഞാൻ തോട്ടത്തിൽ കൊണ്ടാക്കാം. വേണ്ട, താങ്ക്സ്. ഇത് പെട്ടെന്ന് മാറ്റിയിടാം. മാത്രമല്ല പോകുന്ന വഴിക്ക് എനിക്ക് വേറൊരു ഗസ്റ്റ് കൂടിയുണ്ട്. ഓ അത് ശരി. മുഖം കാണാത്തതുകൊണ്ട് ആളെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആരാ? ഞാൻ സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിലുണ്ടായിരുന്നു. അന്ന് ഇൻസ്പെക്ടർ റാങ്കിലായിരുന്നു. ഇൻസ്പെക്ടർ കുമാരൻ. ശരി, കാണാം സാർ. ഓക്കെ. അന്ന് ഇൻസ്പെക്ടർ റാങ്കിലുള്ള കുമാരൻ ട്രെയിനിങ് ക്യാമ്പില്. അത് കൊല്ലം ആയല്ലോ. അപ്പോ ഇവനിപ്പോ കള എന്നോട് ഇഷ്ടമുള്ളവർ ചെറുപ്പക്കാരുമായിരിക്കും. ഇവിടെ വാടാ. വെള്ളത്തിൽ കിടന്നൊരു വെള്ളം കൂടി, അതിന്റെ സുഖം ഒന്നും വേറെയാ അല്ലേ റിട്ടയർഡ് SP സാറ്? എന്റെ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒന്നേ ബാക്കിയുള്ളൂ. അതെന്താ? ഇതുപോലെ ഒരു കുളം, അത് നിറച്ച് ഫോറിൻ വിസ്കി, അതിലിറങ്ങിക്കിടക്കാൻ പ്രത്യേകം ഒരു തരം ജാക്കറ്റ്, എന്നിട്ട് സദ്യക്ക് ഇങ്ങനെ മോര് കുടിക്കുന്നത് പോലെ അതിലെങ്ങനെ ഇരുന്ന് കൈകൊണ്ട് കോരി കോരി കുടിക്കുക. എന്തൊരു സുഖം! അതനുഭവിച്ചിട്ടുള്ള ഒരാളെ ഉള്ളൂ. അതാരത്? ഉമർ ഖയാം. അയാളും പോലീസിലായിരുന്നു. ഓ, താനൊരു മരമണ്ടൻ അയ്യങ്കാരാടോ. പല കേസുകളും കുളം തോണ്ടി സമ്പാദിച്ചു കൂട്ടുന്നതല്ലാതെ തലയിൽ ഇത്തിരി വിവരം കോരി വിളിക്കാമായിരുന്നില്ലടോ വക്കീലേ. ഞാൻ മാത്രല്ലല്ലോ, താനും ആയ കാലത്ത് ഒരുപാട് പേരെ ചവിട്ടി കൊന്നിട്ടില്ലേ? എത്ര കൊലപാതകങ്ങൾ ചത്തുപോയവരുടെ ചോര കൊണ്ട് തന്നെ താൻ മാച്ചിട്ടുണ്ട്. അതിന് ഇത്തിരി നക്കാപ്പിച്ചെടുത്ത് കുത്തിയ കൊളല്ലോ ഇത്. അതൊരു കഴിവാടോ. ഈ കാണുന്ന 15 ഏക്കർ തോട്ടം ഏത് കാലത്ത് ഞാൻ വാങ്ങിയതാ? 18 കൊല്ലം മുമ്പ്. ഇന്നിതിന്റെ വില എന്താ? എങ്ങനെ വീശിയാലും 1 കോടി. അന്ന് ഞാൻ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ വെള്ളത്തിന് പകരം അന്നേ ഇതിൽ വിസ്കി നിറഞ്ഞേനെ. എടാ കൊച്ചു കള്ള, ഇയാൾ ഗ്ലാസും കൊണ്ടുപോയോ? SP, പഴയ SP. എന്തിനാണോ പണ്ടേ എന്നെ പിടിച്ച് മുക്കിയത്? ഞാനോ? വെള്ളത്തിൽ വടി പോലെ നിൽക്കണം ഞാൻ ഇങ്ങനെ തന്നെ മുക്കണത്. എന്ത് കട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാ കട്ടത്. അത് പറഞ്ഞ് കാല് വാരുന്നത്. എടോ അയ്യങ്കാരെ, അയ്യങ്കാരെ. SP, 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 SP. SP, SP. അയ്യോ, Hello, SP, SP. എന്തായിരുന്നു വെള്ളത്തടിയില്? മുതലയായിരിക്കോ? ഏയ്, കുളത്തിനടിയിൽ എങ്ങനെയാ മുതല വരിക? എന്റെ കർത്താവേ, ഞാനിത് അടച്ചു കുറ്റിയിട്ടിരുന്നാണല്ലോ. അയ്യങ്കാരെ, എടോ അയ്യങ്കാരെ. ആരാ കാറിനകത്ത്? എന്നെ കൂടാതെ വേറൊരാൾ?
താങ്ക് യു. ഇതാണല്ലേ തന്റെ വീട്? താൻ ആരാ? തന്റെ ചത്തുപോയ പെരിയപ്പ മുത്തുപ്പട്ടൻ. എന്നെ പിള്ളേ സൗഖ്യമാ? പെരിയപ്പാ? ഓ, നീങ്ക വന്ന് ഉന്നെ കൊല്ലറുക്കടാ കണ്ണേ. ഇത് അഡ്വാൻസ്, ബാക്കി പുറകെ വരും. നിലവിളിച്ചോടുന്നതിന് പകരം വെള്ളത്തിനടിയിലോട്ട് 4 വെടിയെങ്കിലും വെക്കാൻ സാധിച്ചു. ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് 5-6 തോക്ക് ഞാൻ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ കിടന്ന് വേളം വെച്ചിട്ട് എന്താ കാര്യം? തോക്ക് മരയിൽ വെച്ചിട്ടാണോ സാറേ നമ്മൾ ഇത്തിരി മദ്യം സേവിക്കുന്നത്? മാത്രമല്ല കുളത്തിന് അടിയിലൊരു മുതലേ ഉണ്ടാകുമെന്ന് നമ്മളും വിചാരിച്ചു. കുളത്തിൽ എവിടെ നാടോ മുതല? ഓ, കാറിനകത്ത് ആരോടോ ഉണ്ടായിരുന്നു പട്ടരെ? അതൊരു വിസ്മയായിട്ട് എനിക്ക് തോന്നിയത്. ശരിക്കും എന്റെ മുത്തച്ഛന്റെ അതേ ശബ്ദം. സത്യം പറയാലോ, ജനിച്ച ശേഷം ഇതുവരെ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല. നേരാ, ഒരു SP ആണെന്ന കാര്യം കുറച്ചു നേരത്തേക്ക് ഞാനും മറന്നു. ബെസ്റ്റ് പോലീസും മുന്തിയ വക്കീലും. തല വെട്ടിയെടുത്ത് ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ ജീവനില്ലാത്ത തലയും വെച്ച് കോടതി വിലസും. നേരിട്ട് വന്നാലോ മുള്ളും. താനൊക്കെ SP ആണെന്ന് ആരാടോ പറഞ്ഞത്? റിട്ടയർ ചെയ്തൊരു കാലം എത്രേ? താനൊക്കെ ഇപ്പൊ ഒരു വേസ്റ്റാ. എന്നാലും ആന മെലിഞ്ഞ ആരെങ്കിലും തൊഴുത്ത് കിട്ടുവോ? ആന മെലിഞ്ഞ തൊഴുത്ത് കിട്ടില്ല, പക്ഷെ മെലിയുന്നത് ആനയായിരിക്കണം. താനൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സൂക്ഷിച്ചോ, ഇതൊരു ട്രാപ്പാ. തന്റെയൊക്കെ പുറകെ ആരോ ഉണ്ട്. എന്റെയൊക്കെ പുറകെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അതേ ആള് മറ്റു പലരുടെയും പുറകിൽ കാണും. കൊന്നിട്ട് എനിക്ക് ശീലമില്ല, കൊന്നവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. ആ കുളം വറ്റിക്കണം, കാറിൽ വന്നവനെ കണ്ടുപിടിക്കണം. തന്റെ ശത്രുക്കളുടെ ലിസ്റ്റ് എടുക്ക്. ഐജിയോട് പറഞ്ഞ എല്ലാത്തിനും പൊക്കാം പോരെ? അതിപ്പോ ശത്രുക്കളുടെ ലിസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ IG കഷ്ടപ്പെടും. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇടപെട്ടോരെല്ലാവരും എന്റെ ശത്രുക്കളാ. അതിലൊരു ആശ്രയമുള്ളത് ദേ ഇപ്പൊ ജോർജ് സാറാ. ആരാ എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയായി പോയില്ലേ മുരുക? ഈ കുളം കലക്കി മത്സ്യം പിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇത് കലക്കിയാവൻ പൊന്തുവോ? അടിയിൽ മുഴുവൻ പായല, ഇതിൽ ആരുമില്ല. കയറിപ്പോരെ. ഇനി അവൻ വന്നാ ഞാൻ നോക്കിക്കൊള്ളാം. വെള്ളത്തില് തോട്ട വെക്കും ഞാൻ. കള്ള കഴിവരടവൻ. ഒന്നും നിന്നേ. അതെ, ഇന്നലെ ഇതിനകത്ത് ഒരു ഫുൾ ബോട്ടിൽ മുങ്ങി പോയിട്ടുണ്ട്. അടപ്പ് നല്ലോണം മുറുക്കിയിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ടാവില്ല. അങ്ങനെ വല്ലതും കാലുമ തടഞ്ഞോ? ഇല്ല. വേണ്ട. എന്നാലും എന്റെ കുളത്തില് ഇത്ര ധൈര്യപ്പെട്ട് ഏത് മുതലയാടാ വന്നത്? കണ്ടു കിട്ടിയിരുന്നെങ്കിൽ അവന്റെ ചോര ഞാൻ ഇതിന് തളച്ചേനെ. അവനോടെ വന്നോളും. SP മുതലയെ പിടിക്കാറിയത് അവന്റെ അമ്മയുടെ ഒരു മുതല. സത്യമായിട്ടും SP അമ്മ ഒരു മുതലയായിരുന്നു. താൻ പോടോ. ഞാൻ വെറുതെ പറയണതല്ല. അമ്മയും മോനും കൂടി സ്വത്തടിച്ചെടുക്കാൻ വേണ്ടി കാർന്നൂർക്ക് വിഷം കൊടുത്ത് കൊന്നതല്ലേ? കേസ് ഞാനല്ലേ വാദിച്ച് ജയിച്ച ജോർജ് സാറേ. അപ്പൊ താൻ മുതലേക്കാളും കഷ്ടാണല്ലോടോ. ആ, അങ്ങനെ നോക്കുമ്പോ ജോർജ് സാറോ, സാറിന് ചേരുന്ന ഒറ്റ വാക്കേ മലയാള ഡിക്ഷണറിയിലുള്ളൂ: സുന്ദര കാലമാടൻ. ഇത്രയും സൗന്ദര്യവും മുഖശ്രീയുള്ള കാലമാടൻ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. നീ ചോര തളിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ മുതലേടാ ഞാൻ. എന്താ നിനക്കെന്റെ ചോര വേണോ? അയാളുടെ ശബ്ദമല്ലേ കേട്ടത്? അതേലോ. SP കാണാനില്ലല്ലോ.